ഹലോ ഫ്രണ്ട്സ്, സ്റ്റാർ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് മീൻ കിട്ടിയിട്ടുണ്ട്, മാന്തൽ. അത് ഞാൻ വെറുതെ വറുത്ത് നിങ്ങളെ കാണിക്കണില്ല, അതുകൊണ്ട് സ്പെഷ്യൽ ഒരു ഐറ്റാണ് കാണിക്കണേ. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ മാന്തൽ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ തൊലിയെല്ലാം പൊളിച്ച് ക്ലീൻ ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മാന്തൽ മീനിൻ്റെ തൊലിയെല്ലാം പറിച്ച് ക്ലീൻ ചെയ്യുകയാണ്. ഈ മീനിൻ്റെ തൊലി കളയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നമുക്ക് നന്നായിട്ട് വെള്ളമൊഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളമൊഴിച്ച് ക്ലീൻ ചെയ്യാം. ഇനി ഇതിൽ നമുക്ക് ഇതിൻ്റെ വേസ്റ്റേജ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ടല്ലോ, ആ വേസ്റ്റ് ആയിട്ടുള്ള പോർഷൻസ് എല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പം നമ്മുടെ മീനിൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് നല്ല സുന്ദര കുട്ടുപ്പന്മാരായിട്ട് കിടക്കണമല്ല. അധികം നേരം ഇവരെ ഇങ്ങനെ കിടത്തിന് നമ്മുടെ പണി കഴിയില്ല. അപ്പം നമുക്ക് ഇവരെ എടുത്തിട്ട് പതുക്കെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഈ മാന്തൽ കട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഉള്ളിൽ ഇത് വറുത്ത് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ മോഹം ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും അങ്ങനെ കൊതിക്കാൻ വരട്ടെ. ഞാൻ വറുക്കാണെങ്കിലും സാധാരണ നമ്മൾ വറുക്കണ പോലെ അല്ല വറുക്കണേ, അതുക്കും മേലെ കേട്ടോ. ഇപ്പോൾ നമ്മുടെ മീനിൻ്റെ കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത മീനിൻ്റെ പീസുകളെല്ലാം ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പണീൻ്റെ. ഇനി നമുക്ക് ഇതിലിടാനുള്ള മസാല ഉണ്ടാക്കണം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ മുളക് പൊടി എടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ അതേ ഇപ്പുറത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ചെറുനാരങ്ങയാണ്. നമ്മുടെ ചെറുനാരങ്ങ എടുത്തിട്ട് അത് കട്ട് ചെയ്ത് അത് 2 പീസുകളാക്കിയിട്ട് ഒരു പീസ് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് ഒരു പീസിൻ്റെ നീര്, നല്ല ചെറുനാരങ്ങ നീര് ഇതിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഇട്ട് കൊടുത്ത എല്ലാ പൊടികളും കൂടി നമുക്കൊരു മസാല രൂപത്തിലാകും വിധം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതേ രൂപത്തിലാവും ഏകദേശം വരെ. നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത്, ഇത് നമുക്ക് മീനിൽ കറക്റ്റ് നല്ല ജല്ലി ആയിട്ട് ഇരിക്കാവുന്ന രീതിയിലാവണം. അതിനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഇതിൽ ഒഴിച്ച്, നമ്മുടെ ആവശ്യത്തിനുള്ളൊരു വെള്ളം കൂടി ഒഴിച്ച് ഈ രൂപത്തിൽ തന്നെ നമ്മുടെ വീഡിയോയിൽ കാണുന്ന രൂപത്തിലാകും വിധത്തിൽ നമ്മളിത് മിക്സ് ചെയ്ത് ഒരു ജെല്ലി രൂപത്തിൽ ആക്കിയെടുക്കുക. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത മീൻ പീസുകൾ ഇവിടെ ഇരുന്ന് ഉറങ്ങി തുടങ്ങി. അപ്പോൾ അവർ ഓരോരുത്തരെടുത്ത് എണിപ്പിച്ചിട്ട് നമുക്ക് ഇതിൽ മുക്കി നന്നായിട്ട് മുക്കിയെടുക്കാം കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് മുക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മീനും നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയും കൂടി മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ അമർത്തി വെച്ച് കൊടുക്കുക. നമ്മളപ്പോൾ കട്ട് ചെയ്ത പീസുകളെല്ലാം ഇവിടെ മസാല തേച്ച് വെച്ചപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. അവർ നമ്മുടെ ഹോളി ആഘോഷിച്ചിരിക്കണ മാതിരിയാണ് എല്ലാവരും ഇരിക്കണേ. അപ്പോൾ ഇവരിവിടെ ആഘോഷിച്ചിങ്ങനെ ഇരിക്കട്ടെ. നമുക്കിനി മറ്റൊരു പാത്രം എടുത്തിട്ട് നമ്മുടെ റവ ഉണ്ടല്ലോ, റവ ഇതിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ റവ ഇടുമ്പോൾ ഇതെന്താ ഉണ്ടാക്കാൻ പോണേ, ഞാൻ എന്താ ചെയ്യാൻ പോണേ എന്ന് മനസ്സിലായവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് എനിക്കൊരു ലൈക്കും കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഈ ഐറ്റത്തിൻ്റെ പേരും കമൻറ്റ് ഇട്ടോ കേട്ടോ. ഇനി നമുക്ക് ഈ മീൻ വറുത്തെടുക്കാനായിട്ട് നമ്മൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ഗ്യാസിൽ തീ കത്തിച്ച് വെച്ചിട്ട് അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മീൻ പീസുകൾ ഈ റവയിൽ മുക്കിയെടുക്കാം. അവർക്ക് ഹോളി ആഘോഷമാണല്ലോ. അപ്പോൾ നേരത്തെ മസാലയിൽ മുക്കി ഇനി റവയിൽ മുക്കി നന്നായിട്ട് മുക്കിയെടുത്ത ശേഷം നമുക്ക് വെളിച്ചെണ്ണയിലൊന്ന് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച എല്ലാ പീസുകളും തന്നെ നമ്മൾ റവയിൽ നന്നായിട്ട് മുക്കിയിട്ട് അത് നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ ഇട്ടെല്ലാം വറുത്തെടുക്കാണ്. ഇത് നമ്മൾ തീ കുറവിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് മൊരിച്ചെടുക്കുക, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നെ കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ലേ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാല, അതിൽ നമ്മൾ എടുത്തേക്കണ പൊടികൾ അത് നമ്മൾ കറക്റ്റ് അളവിൽ നമ്മൾ എടുക്കുക. അപ്പോഴതിൻ്റെ രുചി ഉണ്ടാവുള്ളൂ. അത് പ്രത്യേക പങ്ക് ഇതിൽ വഹിക്കുന്നുണ്ട്. ഇതിൽ ഉപ്പ് കൂടുതൽ താല്പര്യമുള്ളവർ ഉപ്പ് കൂടുതലിടുക. അതുപോലെ തന്നെ എരിവ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവർ എരിവ് കൂടുതലിടുക, മുളക് പൊടി കൂട്ടിയിടുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം തന്നെ ചെയ്യാം. ഇത് നമ്മൾ സാധാരണ മീൻ കഴിക്കുന്നതിനേക്കാൾ നല്ല ക്രിസ്പി ആയിരിക്കും. ഇത് നല്ലൊരു മീനിൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എനിക്കൊരു ലൈക്കും തരാം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.